മമ്മൂക്ക കുറച്ചു നാളായി സിനിമയിലേക്കൊക്കെ വന്നിട്ട് എന്താണ് മമ്മൂക്കയ്ക്ക് സംഭവിച്ചത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് ചെറിയ അസുഖങ്ങളൊക്കെ വന്നു. ഇപ്പോൾ ചികിത്സയിലും വിശ്രമത്തിലും ഒക്കെയാണ്. എന്നാൽ എന്ന് മമ്മൂക്ക തിരിച്ച് സിനിമയിലേക്ക് വരും? ആ വരവിന് വേണ്ടി ആരാധകർ വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്ന് വരും, എന്നാണ് അദ്ദേഹത്തിന്റെ വരവ്, ആ വരവ് ഒരു ഗംഭീരമാകും, വരുന്നതറിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രകമ്പനം ഉണ്ടാകും എന്നൊക്കെ ആരാധകർ പലപ്പോഴും പറയുന്നുണ്ട്. എന്നാൽ മമ്മൂട്ടി എപ്പോൾ വരും? അതിന് ഉത്തരം പറയേണ്ടത് മമ്മൂട്ടിയുമായി അടുത്തിരിക്കുന്ന ആൾക്കാർ തന്നെ. ഇപ്പോഴിതാ അതിനെക്കുറിച്ച് മരുമകൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്. മമ്മൂട്ടിയുടെ അനന്തരവനാണ് നടൻ അസ്കർ സൗദാൻ. മമ്മൂട്ടിയോട് വളരെ അധികം രൂപസാദൃശ്യം അസ്കറിനുണ്ട്. ഈ രൂപസാദൃശ്യം തന്റെ ഉത്തരവാദിത്തം കൂട്ടുന്നുണ്ടെന്ന് പറയുകയാണ് അസ്കർ. ഈ കാര്യങ്ങൾ പറയുന്നതിനിടയ്ക്കായിരുന്നു അദ്ദേഹം മമ്മൂട്ടിയെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും പറയുന്നത്. അദ്ദേഹത്തെ അനുകരിക്കാൻ താൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ലെന്നും അതിന് താൻ വിചാരിച്ചാൽ പോലും സാധിക്കില്ലെന്നും അസ്കർ പറയുന്നുണ്ട്. ഞാൻ ഒരിക്കലും അദ്ദേഹത്തിന്റെ ഡിറ്റോ അല്ല. കുഞ്ഞുനാളിലെ അദ്ദേഹത്തെ കണ്ട് വളർന്നൊരു ആളാണ്. എന്റെ അമ്മാവനാണല്ലോ, സ്വാഭാവികമായും ആ ജീൻ ഉണ്ടാകും. ഇതൊക്കെ പറഞ്ഞു മടുത്തു. ഞാൻ അദ്ദേഹത്തെ അനുകരിക്കാൻ ശ്രമിച്ചിട്ടില്ല. അതെന്നെ കൊണ്ട് നടക്കുക പോലും ഇല്ല. ആരെ കൊണ്ടും സാധിക്കില്ല. അദ്ദേഹത്തെ പോലെ അഭിനയിക്കാനും സാധിക്കില്ല. അത് വേറെ തന്നെ ഒരു സംഭവമാണല്ലോ. അദ്ദേഹം ചെയ്തു വെച്ച പരിപാടിയൊന്നും നമുക്ക് തൊടാൻ പോലും സാധിക്കില്ല. നമുക്ക് എന്തും പെർഫോം ചെയ്യാൻ പറ്റും, എന്ത് ഔട്ട്പുട്ട് ഉണ്ടാക്കി കൊടുക്കാം എന്നതാണ് പ്രധാനം. അദ്ദേഹത്തിന്റെ ഛായ ഉള്ളത് കാരണം ഒരു സിനിമയും എനിക്ക് നഷ്ടമായിട്ടില്ല. ഛായ ഉണ്ടായിട്ടും ഒരു സിനിമയും കിട്ടിയിട്ടില്ലല്ലോ എന്ന സങ്കടം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ മരുമകൻ ആയതുകൊണ്ടും ഛായ ലഭിച്ചതുകൊണ്ടും സ്വാഭാവികമായും ഉത്തരവാദിത്തം കൂടും. അമ്മാവനെ അനുകരിക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ചിലതൊക്കെ വന്ന് പോകുന്നതാണ്. കുട്ടിക്കാലം തൊട്ട് കണ്ടുവളർന്ന അദ്ദേഹത്തിന്റെ അഭിനയമാണ്. ചെറുപ്പത്തിൽ അമ്മ പറഞ്ഞു തന്നു, നിന്റെ അമ്മാവനാണത്, സിനിമയിൽ എന്റെ അമ്മാവൻ. അത്ഭുതമല്ലേ? ഇൻസ്പെക്ടർ ബൽറാം, ആവനാഴി, അങ്ങനെ കരയിപ്പിക്കുകയും ചിരിപ്പിക്കുന്നതും ത്രില്ല് ചെയ്യിപ്പിക്കുന്നതുമായ ഒരുപാട് സിനിമകൾ. സ്വാഭാവികമായും ഞാൻ അദ്ദേഹത്തിന്റെ ആരാധകനായി. ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യ സ്റ്റാറാണ്. കഥാപാത്രത്തിന് വേണ്ടതെന്താണോ അത് ചെയ്യാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ചെയ്യുന്ന കഥാപാത്രം കൊണ്ട് അദ്ദേഹത്തിന് ഒരു മോശപ്പേര് വരരുത് എന്ന ആഗ്രഹമേ ഉള്ളൂ. എനിക്ക് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്നത് അദ്ദേഹം കാരണമാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ അമ്മാവൻ എന്നുള്ള ബഹുമാനം ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും അദ്ദേഹം മുന്നിലെത്തിയാൽ ഞാൻ ഫാൻ ബോയ് ആണ്. അദ്ദേഹത്തെ നേരിട്ട് കാണുമ്പോൾ സ്വാഭാവികമായും രോമാഞ്ചം വരും. ദൈവത്തിന്റെ ഒരു കളിയാണ്. അദ്ദേഹത്തിന്റെ നന്മകളും കഴിവുകളും അങ്ങനെ വല്ലാത്തൊരു ഓറയുണ്ട്. ഞാൻ മാമച്ചി എന്നാണ് വിളിക്കുന്നത്. മമ്മൂക്കയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്ന ആഗ്രഹം ഉണ്ടാകുമ്പോൾ എങ്ങനെ ചോദിക്കും, എങ്ങനെ റിയാക്ട് ചെയ്യും എന്നൊക്കെ ഒരു ഭയമുണ്ട്. നിങ്ങളെല്ലാവരും കാണുന്നത് പോലെ തന്നെയാണ് ഞാനും അമ്മാവനെ നോക്കി കാണുന്നത്. അമ്മയൊക്കെ പോയി സംസാരിക്കും. അവരുടെ ബ്ലഡ് റിലേഷൻ ആണല്ലോ. അദ്ദേഹത്തിന്റെ മരുമകൻ ആണെന്ന് കരുതി സിനിമയിലേക്കുള്ള വഴി എളുപ്പമായിരുന്നില്ല. ആൽബം, സീരിയൽ, സിനിമ എന്നിങ്ങനെ പടിപടിയായാണ് ഞാൻ വന്നത്. അദ്ദേഹത്തിന്റെ മരുമകൻ ആയതുകൊണ്ട് ആളുകൾക്ക് നമ്മളെ അപ്രോച്ച് ചെയ്യാൻ മടിയുണ്ട്. ഓഡിഷൻ പോകാൻ എനിക്ക് പേടിയാണ്. സിനിമയിൽ നേരിട്ടാണെങ്കിൽ ഓക്കെ, ഈസി വേയിൽ ഒന്നും നടക്കില്ല. കഷ്ടപ്പെട്ട് പ്രേക്ഷകരെ കയ്യിലെടുക്കണം, എന്നാലേ നിലനിൽക്കാൻ സാധിക്കൂ. അസ്കർ പറഞ്ഞ കാര്യം ഇതായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഹെൽത്ത് ഹാപ്പിയാണ്, ബെറ്ററായി ഇരിക്കുന്നു, പുള്ളി ഹാപ്പിയാണ്. എന്താണ് സസ്പെൻസ് എന്നൊന്നും ആർക്കും അറിയില്ല. സെപ്റ്റംബർ 7 പിറന്നാളാണ്. ഒരു വരവ് വരുമെന്നാണ് വിശ്വസിക്കുന്നത്. അദ്ദേഹം ഒന്ന് റെസ്റ്റ് എടുത്തതാണ്. വന്നു കഴിഞ്ഞാൽ അതുക്കും മേലെ എന്ന പോലെ വരവ് പ്രതീക്ഷിക്കാം. ഇനി മാസായ ഒരു വരവ് വന്നേക്കും. അസ്കർ പറയുന്നത് ഇങ്ങനെ. അസുഖം കാരണം മാത്രമല്ല മമ്മൂട്ടി ഈ മാറി നിൽക്കുന്നത് എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. പണ്ട് കോവിഡ് സമയത്ത് ഒന്ന് മാറി നിന്നപ്പോൾ മമ്മൂട്ടി പിന്നെ പ്രത്യക്ഷപ്പെട്ടത് ഭീഷ്മപർവം എന്ന ഒരു ഗംഭീര സിനിമയിൽ ഒരു വ്യത്യസ്ത ലുക്കിലായിരുന്നു. മുടിയൊക്കെ വളർത്തി ഒരു വ്യത്യസ്ത ഗെറ്റപ്പിൽ. ഇനി മമ്മൂട്ടി എത്താൻ പോകുന്നത് മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ചുള്ള പേട്രിയോട്ട് എന്ന ചിത്രത്തിലാണ്. മോഹൻലാലിനും ഇനി കുറച്ച് ഷൂട്ടിംഗ് ഷെഡ്യൂൾ ഉണ്ട്. ഏതാണ്ട് 20 ദിവസത്തോളം മോഹൻലാലിന് ഇനിയും ഷൂട്ടിംഗ് ഉണ്ടെന്ന് അടുത്തിടെ മഹേഷ് നാരായണനും വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഇനി വരേണ്ടത് മമ്മൂക്ക മാത്രമാണ്. മമ്മൂക്ക വന്നിട്ട് വേണം അത് ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങാനെന്ന രീതിയിൽ മഹേഷ് നാരായണൻ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഇനി മോഹൻലാലും മമ്മൂട്ടിയും വരുന്നതിൽ മമ്മൂട്ടിയുടെ ഒരു ഞെട്ടിപ്പിക്കുന്ന ലുക്ക് കൂടി ഉണ്ടായാലും അങ്ങനെ വല്ല സസ്പെൻസ് ഉണ്ടോ എന്നതും അസ്കർ സൗദാൻ പറയുന്ന വാക്കുകളിൽ നിന്നും ഏതൊക്കെ ഒരു സൂചന ലഭിക്കുന്നുണ്ട്. അസുഖമൊക്കെ മാറി ഹാപ്പി ആയിരിക്കുന്ന അദ്ദേഹം എന്താണ് ഈ സസ്പെൻസ് എന്നതാണ് അറിയാത്തത്. എന്തായാലും പേട്രിയോട്ടിൽ മോഹൻലാലിനൊപ്പം മമ്മൂട്ടിയും ഇനി വരാൻ പോകുന്നത് അതൊരു ഗംഭീര സംഭവം തന്നെ ആകാനുള്ള സാധ്യത ഉണ്ട്.